കരുതിയതിനേക്കാളും വലിയ വീടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചൊന്നും ഇല്ല. ഇത്ര പെട്ടെന്ന് വീട് പണിത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. CV വർഗീസിന് വർഗീസ് സഖാവിന് ഞാൻ നന്ദി പറയുന്നു. അപ്പൊ ദേവപ്രിയ മോളെ അന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കെല്ലാം ആദ്യമൊക്കെ സങ്കടം വരുന്നു. പക്ഷേ മനസ്സിലേക്ക് ഒരു വീട് വേണം, ഒരു അടച്ചുറപ്പുള്ള വീട് വേണം, മെഡലൊക്കെ കൊണ്ടുവയ്ക്കാൻ, അത്രയല്ലേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. വർഗീസേട്ടനും പാർട്ടിയിൽ നിന്നിരുന്ന വീട് എങ്ങനെയുണ്ട്? കണ്ടില്ലേ, സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗറാണിയായിട്ടുള്ള ദേവപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഒരു വീടില്ല, കയറി കിടക്കാനായിട്ട് അടച്ചുറപ്പുള്ളൊരു വീടില്ല എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ട്രോഫികളെല്ലാം കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അടച്ചുറപ്പുള്ളൊരു വീടില്ല എന്ന് മനസ്സിലായപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടർ TV. അങ്ങനെ ആ റിപ്പോർട്ടർ TVയുടെ വാർത്തകൾ ലോകമെമ്പാടും ഏറ്റെടുക്കുകയും ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തുകയും അങ്ങനെ ആ വാർത്ത കണ്ട ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന നല്ല മനസ്സുകളിൽ അല്ലെ നല്ല ജനങ്ങൾ ഹൃദയപക്ഷം എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സഖാവ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി അദ്ദേഹം ഇടപെടുകയും ആ വേഗറാണിക്ക് അല്ലെങ്കിൽ ദേവപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക്, ആ പെൺപുലിക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് വെറും വാക്ക് പറഞ്ഞ് നമ്മുടെ UDF സർക്കാരും നമ്മുടെ സതീശൻജിയുടെ കൂട്ടത്തിലുള്ള ആളുകളുമൊക്കെ വായത്താളം വിടുന്നത് പോലത്തെ പരിപാടിയൊന്നും അവർ ചെയ്തില്ല. അവർ ചെയ്തത് എന്താണ്? ആ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ആ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ് അവരിന്ന് ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണ് ബാക്കിയുള്ളതിൽ ദേവപ്രിയ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സന്തോഷമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ വീടാണ് എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷമായി. ഇപ്പൊ ഷെൽഫില് നിറയെ ട്രോഫികളൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഇല്ലേ? ഉണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാൻ വരും. അതായത് നേരത്തെ കഴിഞ്ഞ വർഷം ഈ വീട് നിർമ്മിക്കുന്നത് വരെ ഒരു ചാക്കിന്റെ അകത്തും ഈ കവറിന്റെ അകത്തൊക്കെ ആയിരുന്നു കെട്ടിവെച്ചിരുന്നത്. പക്ഷേ നോക്കൂ, എന്ത് മനോഹരമായി ആ കിട്ടിയ അംഗീകാരങ്ങളെല്ലാം ഓരോന്നായി കൃത്യമായി ഇവിടെ പ്രദർശിപ്പിച്ച് വെക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ വീടിന്റെ അകത്ത് ദേവഭവനം എന്നാണ് ഈ വീടിന് പേരിട്ടിരിക്കുന്നത്. ഈ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ദേവപ്രിയയ്ക്കും ദേവപ്രിയയുടെ സഹോദരങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇങ്ങനെ കുറെ അംഗീകാരങ്ങളാണ്. ഇവിടെ സ്കൂളിൽ നിന്ന് ലഭിച്ച അംഗീകാരം മുതൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ലഭിച്ചവരെ അംഗീകാരങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ദേവപ്രിയയുടെ പിതാവ് ഷൈബു ചേട്ടൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. ഞാൻ ഇപ്പം കൊച്ചു പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ ഞാൻ ഉദ്ദേശിച്ചതിലും കൊച്ചു ഭയങ്കരമായിട്ട് അതിന്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പം പല ഇതും വന്ന് പറീസാവും റോബിസാവും വന്ന് കണ്ടു കഴിയുമ്പം ഇതുപോലെ ഇവിടെ ഇച്ചിലൂടെ നന്നായിട്ട് ചെയ്യണം. ആദ്യം തൊട്ടേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അടിത്തറ പറീസാവ് പറഞ്ഞു, അടിത്തറ തൊട്ട് നീ തന്നെ നിന്ന് നല്ല രീതിയിൽ ചെയ്ത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യണം, അതിന് ഒരു കുറവുകളും വരുത്തരുത്, എന്ത് പണച്ചെലവ് വന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം എന്നായിരുന്നു പറീസാവ് പറഞ്ഞിരുന്നത്. എന്നോട് ഇവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. കണ്ടില്ലേ, വെറുതെ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനങ്ങൾ മാത്രം പറയുന്ന സതീശന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആളുകളല്ല ഇടതുപക്ഷത്തിലുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ? അപ്പം അങ്ങനെ ഇടതുപക്ഷം ആ പറഞ്ഞ വാക്ക് പാലിക്കുകയും എന്തുകൊണ്ടാണ് ആ വീട് നിർമ്മിച്ച് നൽകേണ്ടി വന്നതെന്നും എന്തുകൊണ്ടാണ് ആ വീട് നിർമ്മിച്ച് നൽകിയതെന്നും ഒക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെ വികാര നിർഭരമായിട്ടുള്ളൊരു രംഗം അവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേഗറാണിയുടെ നിസ്സഹായ അവസ്ഥ റിപ്പോർട്ടറിലൂടെ ലോകം മുഴുവൻ കണ്ടു. പിന്നാലെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം ഇടപെട്ടു. കോഫി വിത്ത് അരുണിലൂടെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് സ്വപ്നഭവനം നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. CPIM ജില്ലാ കമ്മിറ്റി ദേവപ്രിയയുടെ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് അവൾ വരുന്ന അന്ന് തന്നെ വീടിന്റെ ശിലാസ്ഥാപനം നടത്തും. ആ ശിലാസ്ഥാപനത്തോടുകൂടി വീട് സമയബന്ധിതമായി പണി പൂർത്തിയാക്കി കൊടുക്കും. 10 മാസം കൊണ്ട് CPIM പ്രഖ്യാപിച്ച ഭവനം പൂർത്തിയായിരിക്കുകയാണ്. 4 മുറികളുള്ള ദേവപ്രിയയുടെയും കുടുംബത്തിന്റെയും ദേവഭവനം. ദേവപ്രിയയ്ക്ക് ഇനി അംഗീകാരങ്ങൾ ഓരോന്നായി നേടിയെടുക്കാം. അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഇവിടെ സുരക്ഷിതമായ ഒരു വീട് ഉയർന്നു കഴിഞ്ഞു. എൻ്റെ പൊന്നു മക്കളെ, ഇത് കാണുമ്പോൾ രോമാഞ്ചം എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെയ്യാൻ പറ്റുന്നതേ പറയാറുള്ളൂ, പറയുന്നതേ ചെയ്യാറുമുള്ളൂ എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. വലതുപക്ഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വികസനങ്ങളാണ് T സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട് മാത്രമാണോ? മറ്റുള്ള പല സ്ഥലങ്ങളിലും
മേഖലകളിലും പുനർജനി പദ്ധതിയിൽ കൂടിയും എന്തൊക്കെ വികസനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതൊന്നും ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റില്ലെന്നേ. വലതുപക്ഷത്തിനും സതീശൻ ജിക്കും മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക. അവർക്കുള്ള കഴിവിന്റെ പാതി പോലും ഇടതുപക്ഷത്തിനെ മുന്നിലേക്ക് നയിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനോ ഇല്ലെന്നേ. ഇവിടെ വർഗീസ് എന്ന് പറയുന്ന സഖാവ് അവരെ ചെന്ന് കാണുകയും കണ്ടതിന് ശേഷം 10 മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു അടിപൊളി കൊട്ടാര സമുച്ചയം പോലെയുള്ളൊരു വീട്, അല്ലെ കൊട്ടാരത്തിന് സമാനമായിട്ടുള്ളൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട്, ആ പെൺകുട്ടിക്ക് ഇട്ടിരിക്കുന്ന ആദരവുകളും ആ പെൺകുട്ടിയുടെ ട്രോഫിയും എല്ലാം നിരത്തി വെക്കാൻ പാകത്തിൽ നല്ല കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായ ഒരിടം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ. അപ്പോൾ ആ ഒരു ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇരട്ടച്ചങ്കനായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു കാഴ്ച കണ്ടുപോയിക്കോ. ഗൃഹപ്രവേശന ചടങ്ങ് നടത്തുന്നതോടൊപ്പം ദേവപ്രിയയും കുടുംബാംഗങ്ങളും വരാന്തിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ അവരിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങുകയാണ്. അയാൾ ചിരിക്കാറില്ല അത്രേ. കണ്ടില്ലേ, എത്രയധികം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് അല്ലേ? ഈ സൈഡിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പെൺകുട്ടി ആഗ്രഹിച്ചതിനേക്കാളൊക്കെ മുകളിൽ എന്താണോ ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അതിനേക്കാളൊക്കെ 100 ഇരട്ടി ഒരു മധുരം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നതിൽ ഒരുപാട് അഭിമാനം തോന്നിയൊരു നിമിഷങ്ങളിൽ ഒന്ന് മാത്രമാണിതെന്ന് എനിക്കെടുത്ത് പറയാൻ സാധിക്കും. അതുപോലെ എത്രയെത്ര വിഷയങ്ങളുണ്ടല്ലേ. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്ന അടിമകളോട് എനിക്ക് പറയാനുള്ള കാരണം ഇതാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷമായതുകൊണ്ടാണ്. ഈ നാട്ടിലെ ഒന്നുമില്ലാത്തവരെ തൊട്ടറിയുകയും കണ്ടറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ടി എല്ലാം കാത്തുവെച്ചത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്. ഒന്നുമില്ലാത്തവന്റെ എല്ലാമായവരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നേ. അങ്ങനെയുള്ളത് കൊണ്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നതിലും ഇവർ തെറ്റ് ചെയ്താൽ, ഇവർ കൊള്ളരുതായ്മ ചെയ്താൽ ഇവർക്കെതിരെ സംസാരിക്കുന്നതിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല മക്കളെ. അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യുമെന്നേ. ഇവിടെ കണ്ടില്ലേ, ആ പെൺകുട്ടിക്ക് ആഗ്രഹിച്ചതിനേക്കാൾ മുകളിൽ ആ പെൺകുട്ടി ഒരു കുന്നോളം ആഗ്രഹിച്ചു, ഒരു മലയോളം കൊണ്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ കൂട്ടത്തിലുള്ള ആളുകൾ. ആ വീട് എങ്ങനെ പണിയണമെന്നും ആ വീട് ചുമ്മാതെ അങ്ങൊരു വീട് സർക്കാർ കൊടുക്കുന്ന വീട് പോലെ അങ്ങ് പണിത് കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന നിശ്ചയദാർഢ്യം ഒന്നും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ, ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടിക്ക് ആ വീട് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക്, ഏറ്റവും അർഹതപ്പെട്ട ആളിൻ്റെ കൈകളിലേക്ക് തന്നെ ആ വീടിൻ്റെ ചാവി നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഇരട്ടച്ചങ്കനായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് കൈമാറിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് നൽകുന്നു. 100 വീടുകൾ, 200 വീടുകൾ, ഞങ്ങളുടെ ലീഗ് അടക്കമുള്ള ആളുകൾ വീട് നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വീടുകളുടെ പണി കഴിഞ്ഞു? പറഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായി? ഇതുവരെയും കല്ലിട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഇവര്. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് വീടുകൾ കൂടെ കല്ലിട്ടിട്ടുണ്ട്. ഇവർക്ക് കല്ലിടാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നല്ല രീതിയിൽ കല്ലിടിയിൽ നടക്കുന്നുണ്ട്, നല്ലപോലെ കല്ലിട്ടിട്ട് പോകുന്നുണ്ട്. കഴിവുള്ളവർ, വീക്ഷണമുള്ളവർ അതിന് മുകളിൽ നല്ല വീടും വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലതുപക്ഷത്തിന്റെ വിചാരം കല്ലിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആ കല്ല് വളർന്നൊരു വീടായിട്ട് മാറുമെന്നാണ്. ഇങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്ന സതീശനാദികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന, വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമങ്ങളിലും ഒക്കെ വന്നിരുന്നുകൊണ്ട് മെഴുകുന്ന അടിമകളെ നിങ്ങളിതൊക്കെ ഒന്ന് കാണണമെന്നേ, നിങ്ങളിതൊക്കെ അറിയണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടവും പിണറായി വിജയന്റെ കുറ്റവും പിണറായി വിജയന്റെ മകളുടെ കാര്യങ്ങളും പറഞ്ഞ് വി ഡി സതീശന് വേണ്ടിയിട്ട് നിങ്ങളൊരു വൈറ്റ് വാഷിംഗ് പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഇങ്ങനെ കുറേ മനുഷ്യ മനസ്സുകൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുതെന്നേ.
നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കൊരു രാഷ്ട്രീയം കാണും, നിങ്ങൾക്കൊരു ആശയം കാണും, നിങ്ങൾക്കൊരു അഭിപ്രായം കാണും. നിങ്ങൾ അതിനൊപ്പം നിലകൊള്ളുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികെട്ട പരിപാടിയുണ്ടല്ലോ, ജനങ്ങൾക്ക് അറിയാമെന്നേ. എന്തായിരുന്നു ശരി, എന്തായിരുന്നു തെറ്റെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയും പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്ന് നമുക്ക് മനസ്സിലാകും വിധമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മനസ്സൊന്നും നിറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മാതിരി രോമാഞ്ചിഫിക്കേഷൻ തരുന്നൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യനെ അറിഞ്ഞിട്ടുള്ള, മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു നേതാവിനെ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തകനെന്ന് ഞാൻ പറയില്ല, മനുഷ്യനെ മനസ്സിലായിട്ടുള്ള, മനസ്സ് മനസ്സിലായിട്ടുള്ള, മനുഷ്യസ്നേഹിയായിട്ടുള്ള മനുഷ്യന്, അയാൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ സഖാവ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.